ഈ കാഴ്ചയുടെ നടുക്കം ഇനിയും മാറിയിട്ടില്ല. കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം വയനാട് അതിർത്തിയിൽ തുറന്നുവിട്ട ബേലൂർ മഗ്നി എന്ന മോഴയാനെയാണ് പടമലയിലെ അജീഷിന്റെ ജീവനെടുത്തത്. സംഭവത്തിന് പിന്നാലെ മാനന്തവാടിയിൽ പ്രതിഷേധം ഇരമ്പി. പ്രതിഷേധം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അജീഷിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ സർക്കാർ നിരവധി ചർച്ചകൾ നടത്തുകയും അതിൽ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. അന്ന് ആ ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുത്ത നഗരസഭാ കൗൺസിലർ ഷിബു ആണ് നമ്മളോടൊപ്പമുള്ളത്. അന്നത്തെ ഉറപ്പുകൾ എന്തൊക്കെയായിരുന്നു? അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അജീഷ് മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ ഈ കാലയളവിൽ അന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത സർക്കാർ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ഒരു കാര്യങ്ങളും നിറവേറ്റിയിട്ടില്ല. അന്ന് അവർ ആ 10 ലക്ഷം രൂപ കൊടുത്തതല്ലാതെ ഇവൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്നും കടങ്ങൾ എഴുതി തള്ളാമെന്നും അമ്മയുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഈ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. പൊതുവായുള്ള ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നല്ലോ, കാട്ടാന ശല്യങ്ങളെ തടയാൻ വേണ്ടിയുള്ള ഫെൻസിങ് ഉൾപ്പെടെയുള്ള, അതിനെന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചു. കാരണം വെച്ചാൽ അവർ ഞങ്ങളോട് പറഞ്ഞ 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് പരിപാടി പൂർത്തീകരിക്കുന്നു. ഇന്നേക്ക് 1 വർഷം തികയുന്നു. ഇതുവരെ ഈ കാലിട്ട് അവർ ഉദ്യോഗസ്ഥന്മാർ വരുന്നു, വീണ്ടും അഴിച്ച് റിപ്പയർ ചെയ്യുന്നു. ഈ പോക്കല്ലാണ്ട് ഇതുവരെ ഇന്നും ചെയ്തിട്ടില്ല. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ നെൽപ്പാടത്ത് ആന ഇറങ്ങിയേക്കും. 3 ഇപ്പം നിങ്ങൾക്ക് 1 മണിക്കൂറോടെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം അക്കരെ 10-15 ആനകൾ ഇങ്ങനെ നിരനിരെ ഏത് സമയത്തും ഇക്കരയ്ക്ക് കയറാവുന്ന രീതിയിലാണ്. അത് വെളുക്കാമ്പറത്താണ്. ഇനിയും ഒരു മനുഷ്യജീവൻ കൂടി ആക്രമിക്കപ്പെടാനുള്ള സകല സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾ ഭയങ്കര ഭയാശങ്കയിലാണ് ഇവിടെ ജീവിക്കുന്നത്. വയനാട്ടുകാരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. കേരളം കണ്ട് നടുങ്ങിയ ആ സംഭവം നടന്നിട്ട് 1 വർഷം തികയാൻ പോവുകയാണ്. അപ്പോഴും അന്നത്തെ വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് ഷിബു ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങാൻ ഒരുങ്ങുകയാണ് ഈ പ്രദേശവാസികൾ. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.